ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു കപ്പേളയുടെ മുന്നിലാണ്. ഞാൻ സ്ഥലം വരാപ്പുഴ പുത്തൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ സ്റ്റാർ ഡീലിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 4 ബെഡ്റൂമുള്ള ഒരു വലിയ വീടാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ്. ഓക്കെ, ഈ കപ്പേളയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വലിയ വീടാണ്. 4 ബെഡ്റൂമുള്ള ഒരു വീടാണ്. 4 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. നമുക്ക് ആദ്യം വീട്ടിലേക്ക് കയറാം. ഇതാണ് വീടിൻ്റെ ഗേറ്റും. ഇതാണ് സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ എല്ലാ വീടുകളും ഇപ്പോൾ അടുത്തിടയിൽ കണ്ട ഒരുപാട് വീടുകളിലെല്ലാം ഫുള്ള് ടൈലിട്ട് മറയ്ക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. എല്ലാ വീടുകളിലും കയറുന്ന കാർ പോർച്ച് മുതൽ ചുറ്റുപാടും ടൈലിട്ട് നിറയ്ക്കാണ്, പാവിങ് ടൈൽസ് വെച്ച് നിറയ്ക്കാണ്. പക്ഷേ അതിനൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന രീതിയിലാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ടൈൽസിനെ ഈ പാർക്കിംഗ് ഏരിയയിൽ മാത്രമായിട്ടും കുറച്ച് ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ പാവിങ് ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും അതേപോലെ തന്നെ കിടക്കുകയാണ്. കുറച്ച് പോർഷനിൽ മാത്രം മെറ്റൽസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്നുണ്ട്. ഈ കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഇവിടെ തന്നെ വലിയൊരു ലൈറ്റ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല സ്പേഷ്യസ്, ഒരു ഇന്നോവ കാർ നമുക്ക് കയറ്റി കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ആണ്. അതുകൂടാതെ തന്നെ അതേ വലിപ്പമുള്ള വേറൊരു കാറും വേണമെങ്കിൽ നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാം. വലിയ നല്ല സ്പേഷ്യസ് ആണ്. ഈ വീട്ടിൽ ജലസ്രോതസ് ഒന്ന് മാത്രമേ ഉള്ളൂ, പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ. ആ പൈപ്പ് കണക്ഷന് വേണ്ട ടാങ്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നത് അവിടെയാണ്. അവിടെ നിന്ന് മേളിലൊരു വലിയ ടാങ്കുണ്ട്. ആ ടാങ്കിലേക്ക് നമുക്ക് വെള്ളം അടിച്ചു കയറ്റാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ വീടിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് കളർ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. ആ വൈറ്റ് കളർ പെയിൻറ്റിനകത്ത് ഇവിടെ തൂണുകൾ, ഒരു 3 തൂണുകൾ വരുന്നുണ്ട്. ഈ 3 തൂണുകളിലും ബ്ലാക്കിൽ ചെറിയൊരു പുട്ടി വർക്ക് ചെയ്ത് നല്ല ഡിസൈനായിട്ട് ഇരിക്കുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. കയറി വരുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നേരെ ഡയറക്റ്റ് അങ്ങോട്ടും കയറുകയാണ്. കയറുന്ന വഴിക്കാൻ ഇവിടെ റൈറ്റ് സൈഡിലൊരു നല്ലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒപ്പം തന്നെ നമുക്ക് മെയിൻ ഡോറിലേക്ക് കയറാം. സിറ്റ് ഔട്ട് എന്ന് പറയാനില്ല, നമുക്കൊരു ചെറിയൊരു ഏരിയ മാത്രമല്ല, കയറി നമ്മൾ ഇറങ്ങി പോകുന്ന ഒരു പോർഷൻ മാത്രമല്ല. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ കസേര ഇട്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട് കയറാൻ പറ്റില്ല. ഇതാണ് വാതിലുകൾ. 2ആയിട്ട് തുറക്കാവുന്ന വാതിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മഹാഗണിയിലാണ് ഇവിടുത്തെ വാതിലുകൾ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആയിരുന്നുവെങ്കിൽ ഇവിടെ 6x2 ടൈലുകൾ ഉപയോഗിച്ച് നല്ല മനോഹരമായ രീതിയിൽ ചെയ്തേക്കാണ് ഇവിടുത്തെ താഴെ ഇത്. ഇനി ഇവിടെ ഒരു മിനിമലായിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വൈറ്റ് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു സീലിംഗ് വർക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. ഫ്രഞ്ച് വിൻഡോസ് ഇവിടെ നൽകിയിരിക്കുന്നു. നമ്മൾ ആ കാർ പോർച്ചിൽ നിന്ന് കണ്ട വിൻഡോ ഇതാണ്. ആ ഫ്രഞ്ച് വിൻഡോ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ 3 പാളിയുടെ വേറൊരു ജനാലയും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ എടുത്ത സമയത്തുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫോട്ടോ എടുത്തത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫൗണ്ടേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള ഫോട്ടോസും മറ്റുമെല്ലാം അവരിവിടെ എടുത്ത് നോക്കി. അത് നല്ലൊരു ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, ഗസ്റ്റ് ലിവിങ് ഏരിയ. അതും ഡൈനിങ് ഏരിയയുമായിട്ട് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. അതിനൊരു ചെറിയൊരു സ്പേസ് മാത്രമേ ഇവിടെ കൊടുത്തുള്ളൂ. ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. 4 സെൻറ്റിൽ മാത്രം ഒതുക്കി തീർത്തേക്കുന്ന വീടാണ്. ഫുള്ളായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഷിംഗ് ഏരിയയിൽ ഒരുപാട് അതെനിക്കൊരു ഇച്ചിരി ഇതായിട്ട് തോന്നി. ഇച്ചിരി ആർഭാടമായോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ഒരു 2-3 കളർ, ഒരു മഴവില്ല നിറം പോലൊക്കെ ഒരുപാട് LED ലൈറ്റ്സ് കൊടുക്കും. LED ലൈറ്റ്സ് ഇപ്പോൾ എല്ലായിടത്തും അതിപ്രസരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപാട് LED ലൈറ്റ്സ് വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാടായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മാറ്റാം, നോ ഇഷ്യൂ. അപ്പോൾ ഇവിടെ ഒരു ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അവിടെ വെച്ചിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ മിററിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിറർ ഇടാം. ആ ലൈറ്റിനും വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ അവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ 2 ഭിത്തികളിലും ജനാല നൽകിയിട്ടുണ്ട്. ഒരു ജനാല ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്, വലിയൊരു ഫ്രഞ്ച് വിൻഡോ. ഇവിടെ 2 പാളിയുടെ ജനാല, 3 പാളിയുടെ ജനാലായിട്ട് 2 ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം എന്ന് നമുക്ക് പറയാനില്ല, ചെറിയ സൈസിലുള്ള ഒരു ചെറിയ മീഡിയം സൈസ് ബെഡ്റൂമാണ്. അവിടെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത കബോർഡ്സാണ്. ധാരാളം സ്പേസുകളും മറ്റുമുണ്ട്.
ഇതാ. ഇനി നമുക്ക് ബാത്റൂമാണ്. ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനാണ് ബാത്റൂം. ഒരു ചെറിയ ബാത്റൂമാണ്. എനിക്ക് ഇത് ഒരുപാട് വലിയ ബാത്റൂമൊന്നും എനിക്ക് ഇത് പറയാനില്ല. ഒട്ടും സ്പേസ് ഇതിനകത്ത് ഒരുപാട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് കുട്ടികൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബെഡ്റൂമും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമൊക്കെ ആയിട്ട് എനിക്കിതിനെ തോന്നുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നതായിരിക്കും ഇതിന് കൂടുതൽ അനുയോജ്യം എന്നെനിക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അതെ, ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിയ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമാണ്. സോ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ കബോർഡ് ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഇതേ വലിയ കബോർഡ്സ്, അതിൻ്റെ നടുക്കായിട്ട് ഒരു ഡ്രസ്സിങ് മിറർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. താഴത്തെല്ലാം ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ്. ഇപ്പം കൂടുതലും നമ്മളെല്ലാ വീടുകളും കാണുമ്പോൾ എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. 2 പാളി ജനാലകൾ നൽകിയിട്ടുണ്ട്. 2 ഭിത്തികളിലായിട്ട് 3 പാളികളുടെ ജനാലയാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിലേക്ക് നമുക്ക് നോക്കാം. ഇതാ, ഇത് നേരത്തെ കണ്ട അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ബാത്റൂം അല്ല, പക്ഷേ എങ്കിലും ചെറുതാണ്. വലിയ ഇതെന്ന് പറയാനില്ല. എനിക്ക് 2 കൈ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കഴിഞ്ഞാൽ ഫുൾ നീളത്തിൽ എത്തും. അപ്പോൾ ആ രീതിയിലാണ്. അവിടെ എക്സോസ്റ്റ് നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. മിറർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വേറൊരു കളർ പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. മറ്റേ ബാത്റൂമിൽ കണ്ട കളർ പാറ്റേൺ അല്ല യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ബാത്ത് ഏരിയ. ഈ ബാത്ത് ഏരിയ എന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചില അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ നമുക്ക് അടുക്കളയാണ്. ഒരു വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും ആ വീടിൻ്റെ അടുക്കളയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിലേക്ക് പോകുന്ന ഡോറിൽ ഒരു ഗ്ലാസ്സിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കുന്ന ഒരു കൂടെ ഒരു ഇതൊക്കെയാണ് പടമാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് അടുക്കള. നമ്മുടെ ഡൈനിങ് റൂമിലും ലിവിങ് ഏരിയയിലും കണ്ട ടൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു പാറ്റേൺ, നല്ലൊരു കളർ പാറ്റേൺ ഉള്ള ഒരു ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത രീതിയിലുള്ളത്. ഇവിടെ ഒരു എൽ ഷേപ്പിലൊരു വർക്ക് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ബെഞ്ച് ടോപ്പ് ഫുള്ള് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും ബെഞ്ച് ടോപ്പ് ഗ്രാനൈറ്റ് തന്നെയാണ് നൽകുന്നത്. ഇവിടെ കബോർഡ്സ് എല്ലായിടത്തും ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഈ മേളിൽ ഫുള്ള് കബോർഡ്സാണ്. ഈ ഒരു ഫുൾ ഏരിയ കബോർഡ്സ് താഴെയും ഫുള്ളും നൽകിയിട്ടുണ്ട്. എല്ലാം മൾട്ടിവുഡിൽ തന്നെ തീർത്തയാണ്. നോക്കിക്കേ, കണ്ടോ? 2 സൈഡിലും ജനാലകൾ, ചെറിയ 2 ജനാലകൾ വീതം 4 പാളി ജനാലകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഇത് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. എനിക്കൊന്ന് ഫ്രിഡ്ജിനുള്ള പോയിന്റ് ഇതായിരിക്കണം. അതിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കണം ഫ്രിഡ്ജിനുള്ള സ്ഥാനം വരുന്നത്. സിങ്ക് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു വലിയൊരു വർക്ക് ഏരിയ എന്ന് പറയാനില്ല. തുറന്ന് നേരെ ഇറങ്ങുന്നത് ഇങ്ങോട്ടാണ്. ഒരുപാട് വലിയ സ്പേസ് ഇല്ല. അവിടെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. പണിയൊക്കെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ തന്നെ കിടക്കുകയാണ്. അത് നമുക്ക് എന്താ പറയുക, ഫുൾ അഴുക്കായിട്ട് കിടക്കുകയാണ്. കാരണം പണിയൊക്കെ കഴിയുന്നതല്ലേ ഉള്ളൂ. അതിൻ്റേതായ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്കുള്ളത് ഇവിടെ ഒരു, ഞാൻ ഹാളിൽ നിന്നപ്പം പറയാൻ വിട്ടുപോയൊരു സ്ഥലമുണ്ട്. ഇൻവെർട്ടർ വെക്കാനുള്ള ഏരിയ. എല്ലാ വീടുകളിലും ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, എല്ലാ വീടുകളിലും സ്റ്റെയർ കേസിന് അടിയിലാണ് ഇൻവെർട്ടർ വെക്കാനുള്ള ഏരിയ നൽകിയിരിക്കുന്നത്. 4 ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞു ഈ വീട്. അതിൽ 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിലുമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. മുകളിൽ സ്റ്റെയർ കേസിൻ്റെ പടികളിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. കയറി പോകുന്ന വഴിക്കെല്ലാം ഫുഡ് സ്റ്റെപ്സ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു മനോഹരമായിട്ടുണ്ട്. ഒപ്പം തന്നെ സ്റ്റെയറിൻ്റെ കൈവരികളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. ഇനി സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നല്ല വെട്ടത്തിന് വലിയൊരു ജനാല നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തി. ഒരു വലിയ ലോബി എന്ന് പറയാനില്ല, ഒരു ചെറിയ ലോബിയാണ്. ചെറിയൊരു ലോബി ഏരിയയാണ്. ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് പറയാൻ നമുക്ക് വലുതായിട്ട് പറ്റില്ല. ഉള്ള കാര്യം ഉള്ള പോകണം പറയണം. വലുതായിട്ട് വല്ല വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു TV വെച്ച് അവിടെ വേണമെങ്കിൽ ഇരിക്കാം. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഷോ കേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതും മൾട്ടിവുഡിൽ തന്നെ തീർത്തിരുന്നു. കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഇവിടെയും ഒരു ഷോ കേസ് ഏരിയ പോലെ ഇവിടെയും നൽകിയിട്ടുണ്ട്. അത് നല്ല മനോഹരമായിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. ഇത് നല്ല വിശാലമായ വലിയ ബെഡ്റൂം. ഇവിടെ നമ്മൾ ജനാലകളല്ല, പകരം ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ നിങ്ങളൊരു ഡിസൈൻ കണ്ടിട്ടുണ്ടാവും. ഒരു ബ്ലൂ കളർ
ശ്രദ്ധിച്ചിരുന്നോന്ന് എനിക്കറിയില്ല. ആ ഒരു ഡിസൈൻ വന്നത് ഇതിനെല്ലാം ഗ്ലാസ്സുകളാണ്. പക്ഷെ ഒരുപാട് ചൂട് ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ അതിനകത്ത് അങ്ങനെയുള്ള ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ വെട്ടം നല്ല രീതിയിൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ 2 ജനാലകളും 2 ഭിത്തികളായിട്ട് നൽകിയിട്ടുണ്ട്. 2 പാളികളുടെയും 3 പാളികളുടെയും ജനാല നൽകിയിരിക്കുന്നു. ഇനി ബാത്റൂം ഫൈബർ ഡോറുകളാണ് ബാത്റൂമിൽ കൊടുത്തേക്കുന്നത്. ഈ ബാത്റൂം അത്യാവശ്യം സെയിം താഴേക്കുണ്ട് അത്രയ്ക്കൊക്കെ സ്പേസേ ഉള്ളൂ. പക്ഷെ ചെറുതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പ്രത്യേകം നല്ലൊരു ഡിസൈനുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു. ഒരു വൈറ്റ് കളർ ടൈൽസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. അത് ഇവിടെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ തടികളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മഹാഗണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ നല്ല പ്രകാശമുണ്ട്. കാരണം വൈകുന്നേരം വേണ്ട അവിടെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ വലിയ ബെഡ്റൂമാണ്. 2 ഭിത്തികളിലും ജനാല നൽകിയിരിക്കുന്നു. അത് 3 പാളികളുടെ വലിയ ജനാലകളാണ് 2 നൽകിയിരിക്കുന്നത്. ഇവിടെ കബോർഡ്സ് നൽകിയിരിക്കുന്നു. ഓക്കെ, എല്ലായിടത്തും മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡ്സാണ്. അതും നല്ല മനോഹരമായ മൈക്കയുടെ നല്ല ഡിസൈൻ തന്നെ നൽകിയിരിക്കുന്നു. ഇനി ബാത്റൂമുകൾക്ക് ഇച്ചിരി കൂടെ സൈസ് ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും മാക്സിമം വലിപ്പം ഈ വലിപ്പം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പം ആകാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ വീടിൻ്റെ പ്രൈസ് അത്രയ്ക്കും ഇല്ല, ചെറിയ പ്രൈസാണ്. അപ്പോൾ 4 ബെഡ്റൂം വേണം എന്നുള്ളവർക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു പ്രൈസാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കോംപ്രമൈസ് ചെയ്തേ മതിയാവുള്ളൂ. ഈ ലോബി ഏരിയയിലും നല്ല 2 ജനാല, ഒരു സിംഗിൾ പാളി ജനാലയും ഒരു 3 പാളിയുടെ ഒരു ജനാലയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ. ഇത് തുറന്നിറങ്ങുമ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. ബാൽക്കണി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് കൈവരികൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്ലാസ് കൊണ്ടും സൈഡ് പാർട്ടീഷൻ നടത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെയും ചെറിയ സീലിംഗ് വർക്ക് ഒരു ചെറിയ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതിന് LED ലൈറ്റ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിഴക്കോട്ടാണ് ദർശനം. നേരത്തെ പറഞ്ഞ തെക്ക് തൊട്ട് കിഴക്ക് ഭാഗത്ത് തന്നെ ഒരു കപ്പേളയുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. അപ്പോൾ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ. അതാ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ യൂട്ടിലിറ്റി ഏരിയ നോർമലി എല്ലായിടത്തും ഒന്നും ടൈലിട്ട് ഞാൻ കാണാറില്ല. പക്ഷേ ഇവിടെ ഫുള്ള് ടൈലിട്ട് സെപ്പറേറ്റ് പാവിങ് ടൈൽസ് അല്ല, വേറെ നല്ല ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാത്റൂമിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇത് നമ്മൾ ഷീറ്റിട്ട് മറക്കേണ്ടതുണ്ട്. ഇവിടാണ് അതിൻ്റെ ടാപ്പും അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയയും കൊടുത്തേക്കുന്നത്. ഇത് ഫുള്ള് ഷീറ്റിട്ട് നമ്മൾ മറക്കേണ്ടി വരും വാങ്ങിച്ച ശേഷം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 4 BHK 4 സെൻറ്റിലുള്ള ഈ വീടിന് അവർ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്. നിങ്ങൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളപ്പോൾ അവരെ വിളിച്ചിട്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. ഇത് ആരെയാണോ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യേണ്ടത്, നമ്പർ തൊട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി നമ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ അവരെ വിളിക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരും. ഈ വീട്ടിൽ നിന്ന് എടപ്പള്ളി ടൗണിലേക്ക് പോകാൻ 9 കിലോമീറ്റർ 8 മുതൽ 9 കിലോമീറ്റർ മാക്സിമം ദൂരമാണ് വരുന്നത്. 100 മീറ്റർ മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക്. 800 മീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിലേക്ക് പോകുന്നതിന്. അപ്പോൾ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പുത്തൻപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഇനി ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ വീഡിയോയിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളെല്ലാം മാക്സിമം ഞങ്ങൾ വരുത്തുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.